മറ്റു ചില വാർത്തകളിലേക്ക്. നാഷണൽ ഹെറാൾഡ് കേസിൽ രാഹുൽ ഗാന്ധിയെ ഇഡി ഇന്ന് ചോദ്യം ചെയ്യും. രാവിലെ 11 മണിക്ക് ഇഡി ഓഫീസിലെത്താനാണ് നിർദ്ദേശം. കഴിഞ്ഞ ദിവസം 10 മണിക്കൂറാണ് രാഹുൽ ഗാന്ധിയെ ഇഡി ചോദ്യം ചെയ്തത്. ഇപ്പോൾ ശ്രീ സുർജേവാല, രൺദീപ് സിംഗ് സുർജേവാല, കോൺഗ്രസ് വക്താവ് സംസാരിക്കുകയാണ് തത്സമയം. I haven't seen their reaction, so I will not like to comment upon it. And I will like to concentrate on the facts in hand. देखिए, क्योंकि एक कार्रवाई है जो ईडी के समक्ष है, उस पर मैं टिप्पणी नहीं करूंगा, पर एक सवाल आपने बड़ा सार्थक पूछा. मुझे ये बताइए, कोई व्यक्ति आपसे सवाल अंदर पूछ रहा है, बाहर टेलीविजन चैनल पर कैसे चलाए जा रहे हैं? आप सबके टेलीविजन के मालिकों के व्हाट्सएप चेक करवाइए. उनको बाकायदा लिखकर आ रहा था, आप ये चलाइए, आप ये सवाल पूछिए, आप ये सवाल पूछिए. अगर प्रक्रिया न्यायिक है तो उस न्यायिक प्रक्रिया में पूछे जाने वाले सवाल आप लोगों के पास कैसे आ रहे थे? अब ये सवाल पूछा गया, अब ये खाया, अब कुर्सी पर इस तरह से बैठे, अब कुर्सी पर इस तरह से बैठे, अब कुर्सी सीधी की, अब खाना खाया, अब पानी पिया. अरे मोदी जी. MG മിഥുൻ ഏറ്റവും പുതിയ വിവരങ്ങൾ പങ്കുവെക്കും. മിഥുൻ, ഇന്നലെ വലിയ പ്രതിഷേധം കോൺഗ്രസ് നേതാക്കളുടെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. MP-മാരും ജനപ്രതിനിധികളും അടക്കം നിരവധി പേർ രാഹുൽ ഗാന്ധിക്കൊപ്പം ആ പരിപാടികളിൽ പങ്കെടുത്തു. ഇന്നലെ 10 മണിക്കൂറിന് മുകളിൽ രാഹുൽ ഗാന്ധിയെ ചോദ്യം ചെയ്തു എന്നാണ് വിവരം. ഇന്ന് എന്താണ് ഇഡിയുടെ നീക്കം ഈ വിഷയത്തിൽ? രജിത്ത്, കഴിഞ്ഞ ദിവസം 10 മണിക്കൂറോളം ചോദ്യം ചെയ്ത് രാത്രിയോടെയായിരുന്നു രാഹുൽ ഗാന്ധിയെ ഇഡി വിട്ടയച്ചത്. 2 റൗണ്ടുകളിലായി നടന്ന ചോദ്യം ചെയ്യലിൽ യങ് ഇന്ത്യ കമ്പനിയുടെ സാമ്പത്തിക ഇടപാടുകളെ സംബന്ധിച്ച് കൃത്യമായ മറുപടി രാഹുൽ ഗാന്ധിയിൽ നിന്ന് ലഭിച്ചില്ലെന്നാണ് ഇഡി വൃത്തങ്ങൾ വ്യക്തമാക്കുന്നത്. കമ്പനിയുടെ ഡയറക്ടറായ രാഹുലിനെ ഇതിൽ നടന്ന പണമിടപാടുകളും ഒപ്പം തന്നെ നിക്ഷേപങ്ങളെയും കുറിച്ച് ധാരണയില്ലെന്ന മറുപടി ഇഡി മുഖവിലേക്ക് എടുത്തിട്ടില്ല എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കൂടാതെ 5 ലക്ഷം മാത്രം മൂലധന നിക്ഷേപമുള്ള കമ്പനി എങ്ങനെ അസോസിയേറ്റ് ജനറലിനെ 50 ലക്ഷം രൂപയ്ക്ക് ഏറ്റെടുത്തു എന്നതും ഈ ഇടപാടിലെ പൊരുത്തക്കേടായി ഇഡി കാണുന്നുണ്ട്. രാഹുലിന്റെ ബാങ്ക് അക്കൗണ്ടുകളിലെ പണമിടപാട് സംബന്ധിച്ചുള്ള ചോദ്യങ്ങൾക്കും വ്യക്തത വരുത്താനുണ്ടെന്ന് ഇഡി പറയുന്നുണ്ട്. ഈ സാഹചര്യത്തിലാണ് വീണ്ടും ചോദ്യം ചെയ്യൽ എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കള്ളപ്പണ നിരോധന നിയമപ്രകാരമുള്ള സെക്ഷൻ 50ന്റെ അടിസ്ഥാനത്തിലാണ് രാഹുലിന്റെ മൊഴി രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇഡിയുടെ അസിസ്റ്റന്റ് ഡയറക്ടർ പദവിയിലുള്ള അന്വേഷണ ഉദ്യോഗസ്ഥൻ അടക്കം 3 പേരാണ് ചോദ്യം ചെയ്യലിന് നേതൃത്വം നൽകുന്നത്. ഇന്നലെ പ്രതിഷേധത്തിനിടെ കസ്റ്റഡിയിലെടുത്ത കേരളത്തിലെ MP-മാരടക്കം നേതാക്കളെയും രാത്രി വൈകിയാണ് ഡൽഹി പോലീസ് വിട്ടയച്ചത്. ഇന്നും പ്രതിഷേധം തുടരുമെന്നാണ് നേതാക്കൾ അറിയിച്ചിരുന്നത്. കഴിഞ്ഞ ദിവസം രാഹുൽ ഗാന്ധിക്കൊപ്പം ഇഡി ഓഫീസിലേക്ക് കോൺഗ്രസ് നേതാക്കൾ മാർച്ച് നടത്താൻ നീക്കം നടത്തിയെങ്കിലും ഇത് ഡൽഹി പോലീസ് വലിയ തടയുകയും ചെയ്തു. 5 ഘട്ടങ്ങളിലായി 5 മേഖലകളിൽ ബാരിക്കേഡുകൾ തീർത്തുകൊണ്ടായിരുന്നു ഈ ഒരു സംഘർഷാവസ്ഥയെ നിലനിർത്താൻ അല്ലെങ്കിൽ ഈ ഒരു സാഹചര്യം മറികടക്കാൻ ഡൽഹി പോലീസും സുരക്ഷാ സേനയും ശ്രമിച്ചത്. പക്ഷേ അത് വലിയൊരു സംഘർഷാവസ്ഥയിലേക്ക് കാര്യങ്ങൾ മാറി. മുതിർന്ന കോൺഗ്രസ് നേതാക്കളെയെല്ലാം അറസ്റ്റ് ചെയ്യേണ്ട ഒരു സാഹചര്യം ഉണ്ടായി. അല്പസമയത്തിന് മുമ്പ് ACC ജനറൽ സെക്രട്ടറി സുർജേവാല ഇക്കാര്യം ചൂണ്ടിക്കാണിക്കുകയും ചെയ്തു. അതായത് രാത്രി വൈകിയോടെയാണ് മുതിർന്ന കോൺഗ്രസ് നേതാക്കളെയും MP-മാരെയും എല്ലാം വിട്ടയച്ചത്. അതായത് ആ ദൃശ്യങ്ങൾ ഒരിക്കൽ കൂടി പരിശോധിച്ചാൽ ആരാണ് അക്രമം നടത്തിയതെന്നും സമാധാനപരമായി മാർച്ച് നടത്തി ഞങ്ങളെ തടയുന്നത് ആരാണ് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുമെന്നുമാണ് അദ്ദേഹം അല്പസമയത്തിന് മുമ്പ് മാധ്യമങ്ങളോട് വ്യക്തമാക്കുകയും ചെയ്തത്. ഇന്ന് 11 മണിയോടുകൂടി ഹാജരാവാനാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധിയോട് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എന്തായാലും ഇക്കാര്യങ്ങളെല്ലാം തന്നെ വീണ്ടും ചോദിച്ചറിയുകയും ഒപ്പം തന്നെ അക്കാര്യത്തിൽ കൃത്യമായ നടപടി സംബന്ധിച്ചുള്ള കാര്യങ്ങളിലും തീരുമാനമെടുക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കോൺഗ്രസ് നേതാക്കൾ രാഹുൽ ഗാന്ധിക്കൊപ്പം ഇന്നും ഉണ്ടാകുമോ? ഇന്നലെ നമ്മൾ ഡൽഹിയിൽ വലിയ തോതിലുള്ള പ്രതിഷേധമോ കണ്ടതാണ്. അങ്ങനെ തന്നെയാണോ ഇന്നും ഈ ചോദ്യം ചെയ്യലിന് ഹാജരാകാൻ രാഹുൽ നിശ്ചയിച്ചിരിക്കുന്നത്? തീർച്ചയായും ഇന്നും പ്രതിഷേധം തുടരുമെന്ന് തന്നെയാണ് നേതാക്കൾ അറിയിച്ചിരിക്കുന്നത്. രാഹുൽ ഗാന്ധിക്കൊപ്പം ഇന്നും ഇഡി ആസ്ഥാനത്തേക്ക് ഈ നേതാക്കളും ഒപ്പം തന്നെ പ്രവർത്തകരെ വലിയ നിരയും ഉണ്ടാകുമെന്നാണ് അറിയിച്ചിട്ടുള്ളത്. കഴിഞ്ഞ ദിവസം ഉണ്ടായ സമാന സാഹചര്യം ഇന്നും ഡൽഹിയിൽ അരങ്ങേറാനുള്ള ഒരു സാധ്യതയുണ്ട്. കഴിഞ്ഞ ദിവസം ഇത്തരത്തിൽ അക്ബർ റോഡിലും തുഗ്ലക് റോഡ് അടക്കം പൂർണ്ണമായും സ്തംഭിക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മാറിയിരുന്നു. ACC ആസ്ഥാനത്ത് നിന്ന് ഏകദേശം 2 കിലോമീറ്ററാണ് ഇഡി ആസ്ഥാനത്തേക്കുള്ളത്. ഈ മേഖലകൾ പൂർണ്ണമായും നിരോധനാജ്ഞ പ്രഖ്യാപിക്കുകയും ചെയ്തിരുന്നു. അത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു സംഘർഷാവസ്ഥ കഴിഞ്ഞ ദിവസം നിലനിൽക്കുകയും ചെയ്തിരുന്നു. ആ ഒരു സാഹചര്യം കണക്കിലെടുത്ത കൂടുതൽ സുരക്ഷാ സംവിധാനങ്ങൾ ഏർപ്പെടുത്തുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തായാലും വലിയൊരു നിര ഇന്നും രാഹുൽ ഗാന്ധിക്കൊപ്പം ഇഡി ആസ്ഥാനത്തേക്ക് പുറപ്പെടുമെന്ന് തന്നെയാണ് നേതാക്കൾ അറിയിച്ചിട്ടുള്ളത്. ശരി, MG മിഥുനാണ് വിവരങ്ങൾ പങ്കുവച്ചത്.